ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ഞാൻ വീഡിയോസ് എന്തെങ്കിലും ഇട്ടിട്ട്. കാരണം എന്താ പറയുക, എനിക്ക് എക്സാം ആയിരുന്നു. അന്ന് ഞാൻ ട്രെയിനിങ്ങിന് ബാംഗ്ലൂർ പോയത് കണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം ആയിരുന്നു. പിന്നെ പോരാതെ തന്നെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എന്തോ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ എക്സാം എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് ടെൻഷൻ അടിച്ചൊരു എക്സാം ആയിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ദൈവം അനുഗ്രഹിച്ച് എക്സാം നന്നായിട്ട് നല്ല രീതിക്ക് ഞാൻ പാസ്സായി. ഇനി ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ പോവാം. വീട്ടിൽ പോകണം ഞാൻ വിചാരിച്ചല്ല, പക്ഷേ വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പം വീട്ടിൽ പോകണു. 2 ദിവസം ഓഫ്, 2 ഓഫാണ്, ഒരു നൈറ്റ് ഓഫ്, ഒരു വീക്ക് ഓഫ്. അങ്ങനെ ആ 2 ഓഫിന് വേണ്ടിയിട്ടൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഇപ്പം സമയം ഏകദേശം 5:45, 6:30 ട്രെയിന്, അങ്കമാലിയിൽ നിന്ന് കണ്ണൂർക്കുള്ള ട്രെയിന്. എന്താ പറയുക, വല്ലാത്തൊരു സിറ്റുവേഷനാണ്. മെൻ്റലി ഫിസിക്കലോട്ട് ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരുതിയത് അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്നാണ് കുറച്ച് ദിവസത്തേക്ക്. പക്ഷേ മഴയൊക്കെ അല്ലേ, അമ്മേനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ആ ഒരു ഇത് കൊണ്ട് മാത്രം അമ്മേനെ ഞാൻ കൊണ്ടുവരേണ്ടതാണ് തീരുമാനിച്ചേക്കുന്നത്. അല്ലാന്നായിരുന്നു ഞാൻ അമ്മേനെ കൊണ്ടുവന്നേനെ. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകത്തോണ്ടായിരിക്കും, ഉറക്കം ശരിയാകത്തോണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. മെൻ്റലി ഫിസിക്കലി കംപ്ലീറ്റ്ലി ടയേർഡാണ്. അപ്പം ഈ ഒരു വീട്ടിൽ പോകുന്നത് ഒരു ദിവസത്തേക്ക് വീട്ടിൽ പോകുന്നത് വെച്ചിട്ട് റിലാക്സേഷൻ ആകുമെന്ന് തോന്നുന്നു. റൂമിൽ നിന്ന് ഞാൻ ഓട്ടോനാണ് അങ്കമാലി സ്റ്റാൻഡിലോട്ട് പോയത്. അപ്പം എനിക്ക് ട്രെയിനിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ട്രെയിൻ കയറാൻ വേണ്ടി. കാരണം ട്രെയിൻ മാറിപ്പോകുമെന്നുള്ള പേടി. നോർമലാണെങ്കിൽ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ വരുമായിരുന്നു എൻ്റെ കൂടെ. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അങ്കമാലി സ്റ്റാൻഡിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ 2 പ്ലാറ്റ്ഫോമേ ഉള്ളതെന്നുള്ളതുകൊണ്ട് അതും പേടിയുണ്ടായില്ല എനിക്ക്. കാരണം അത് പോയി ശീലമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴയാണ്. മഴ എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും നല്ല മഴയായിരുന്നു. നന്നായിട്ട് ഞാൻ മഴ ആസ്വദിക്കുകയും ചെയ്ത്. പിന്നെ വൃത്തിയായിട്ടൊരു സീറ്റാണ് കിട്ടിയത്. ഒരു 90 ഡിഗ്രി പോലത്തെ ഒരു സീറ്റ്, മര്യാദക്കൊന്നും ഇരിക്കാനോ ഉറങ്ങാനൊന്നും പറ്റാത്ത പോലത്തെ ഒരു സീറ്റുമാണ് കിട്ടിയത്. ഇതാണെങ്കിൽ ഈ വ്യൂ എന്ന് പറയുന്നത് ഞാൻ കണ്ണൂർ എത്തിയ സമയത്തുള്ളതാണ്. ട്രെയിൻ ഇറങ്ങി ബസ് കയറിയപ്പം ബസ് കയറുന്ന നേരം മഴയില്ലായിരുന്നു. ബസ്സിൽ കയറി ഇരുന്നപ്പോഴേക്കും മഴയും പെയ്തു. അതാണെങ്കിൽ നല്ല രീതിക്കുള്ള മഴയായിരുന്നു. ഇത് ഞങ്ങളുടെ കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ്. ഇത് വല്ലാത്തൊരു നൊസ്റ്റാൾജി ഫീലാണ്. കാരണം ഇവിടെ ഞാൻ ആദ്യമായിട്ട് എറണാകുളത്തിൽ പഠിക്കാൻ വന്നിട്ട് ഫസ്റ്റ് ഞാൻ നാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ ബസ് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചായിരുന്നു. അതെനിക്ക് എന്നും ഇവിടെ പോകുമ്പോൾ ആ ഒരു ഇത് ഓർമ്മയുണ്ടോ, വല്ലാത്തൊരു ഫീലാണ് അതെന്ന് പറയുന്നത്. ഇത് ഞാൻ നാട്ടിൽ എത്തി. അപ്പം ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അമ്മ വരുന്നത്. അപ്പം നല്ല മഴയായിരുന്നു നാട്ടിലൊക്കെ നല്ല മഴ. പാവം പതിയെ വരുക. യെസ്, അങ്ങനെ നാട്ടിലെത്തി. ബസ് ഇറങ്ങിയപ്പോൾ അമ്മേനൊക്കെ വന്ന് ആദ്യം ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബാങ്കിൽ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാൻ പോന്നു. കണ്ടോ, സാധനം മേടിച്ചിട്ട് വരുന്നുണ്ടോ പാവം. രണ്ടെണ്ണത്തിനെ പിടിച്ച് ചക്കൻ കൊണ്ടേ ഞാൻ വീട്ടിൽ കറുപ്പിനടച്ച് മറ്റേ ഇടത്തിനുണ്ട്. മറ്റേ ചക്കന് കറുപ്പിനെ പിടിക്കണമെന്നുണ്ട്, പക്ഷെ കറുപ്പിനെ കിട്ടുന്നില്ല. ആ കറുപ്പ് അങ്ങ് മൂലൊക്കെ ഉള്ള കിട്ടിയ 2 തേക്കാൻ പോയിട്ടുണ്ട്. നല്ല കൊച്ചീന് എടാ, അന്നാ ചക്കനോടാ ഇനിയും കൊണ്ട് എൻ്റെ കറുപ്പിനെ കൊണ്ടുപോകാൻ പറയടാ. ഇങ്ങനെ മുച്ചിട്ട് വരൂ. ശിവ അങ്ങോട്ടും പാല് പൊതിച്ചിട്ട് ശിവന്റെ വൈക്കിൽ ഇങ്ങനെ നീളത്തിലിങ്ങനെ നോക്കും. ഇങ്ങനെ ഞാൻ ഇന്നാന്ന് കൊടിയും പിടിച്ച് വരുന്നത് വായിക്കല. ശിവനെ കാണുമ്പോ കല്ലത്ത് പോയിട്ട് ഇങ്ങനെ ആക്കി അവിടെ നോക്കും. വലിയ പൂച്ച, കുഞ്ഞു പൂച്ച, ഇതാ കുഞ്ഞു കറുത്ത പൂച്ച. എന്നിട്ട് ഇങ്ങനെ മുതേ പൊടിയാ, നേരെ കണ്ണു മാത്രം രാത്രി ഇങ്ങനെ ഒരു മുതേന്റെ കണ്ണു മാത്രം
എടാ എന്നാ മറ്റേ കളറിനെങ്കിൽ മേടിച്ചിട്ട് അതിന്റെ പൂച്ചനെ ഈ കറുത്തനെ കൊടുക്ക്. കറുത്തന എന്നാലും മറ്റേ നമുക്ക് കളർഫുൾ പൂച്ചനെ പറയാം. ഇവിടെ കറുപ്പ് വേറെ കുറയില്ലേ? നിന്റെ അമ്മയും പൂച്ച കറുത്തല്ലേ? അത് ശരിയാ. ഞാൻ വീട്ടിൽ വന്ന് കേരിയൊക്കെ കണ്ട സീന്, വീട്ടിൽ പൂച്ചയുണ്ട്. ഉറക്കക്ഷീണം നല്ല രീതിക്കുണ്ട്. ട്രെയിനിൽ നിന്ന് ഉറങ്ങാൻ നേരം ഇന്ന് ഞാൻ ബുക്ക് ചെയ്ത ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഇങ്ങനെയുള്ള ഒരു സീറ്റാണ് ട്രെയിൻ ബുക്ക് ചെയ്ത്. അതിൻ്റെ അകത്താണെങ്കിൽ ഇരുന്നിട്ട് എന്നാന്ന് മര്യാദയ്ക്ക് ഇരിക്കാനും കൂടെ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് കോഴിക്കോടെല്ലാം ആരാന്നൊന്ന് ഉറക്കം വന്നിന്. പിന്നെ ശരിയായില്ല. അപ്പോൾ ആ ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് കയറി വന്നേരം ഞാൻ കണ്ടത് വീട്ടിൽ പൂച്ചയുണ്ട്. വലിയ പൂച്ച കുറേ ഉണ്ട്. അപ്പോൾ വലിയ പൂച്ച ഇങ്ങനെ പ്രസവിച്ചിട്ട കുറേ പൂച്ചേനെ കുറുക്കം പിടിച്ച്. ഇനി ബാക്കി 3 പൂച്ചയുണ്ട്. ആ 3 പൂച്ചേനെ പണ്ടില്ലേനു അപ്പോൾ 3 പൂച്ചേനെ മാമൻ്റെ മോൻ്റെ ഫ്രണ്ട്സ്, ഷാനൂട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നു. അതിൽ 2 എണ്ണത്തിനെ പിടിച്ചോണ്ട്, നല്ല കാണാൻ നല്ല രസമുള്ള ഓറഞ്ചും ബ്ലാക്കും അങ്ങനെ എന്തോ കളറുള്ള 2 പൂച്ചകളെ അവരും എടുത്തുകൊണ്ട് പോയി. ഇനി ഒരു കറുത്ത പൂച്ചയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട വിവരണം. അത് ശിവേൻ്റെ എൻ്റെ മാമൻ്റെ മോളെ ഫേവറേറ്റ് പൂച്ചയാ. ആ പൂച്ചക്കാണ് ഇവളോട് കുറച്ചധികം സ്നേഹമുള്ളത്. ആ പൂച്ചേനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവളിപ്പോൾ സ്കൂളിലോട്ട് വരും. അന്നേരം ബാക്കി ഓളടുന്ന് കാണാം. അതുപോലെ ഈ ചെക്കൻ്റെ ഷാനൂട്ടൻ്റെ സ്കൂൾ കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇടാം. അപ്പോൾ പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശിവ ഇരുന്നതിനെ ഫ്രഷ് ആയിട്ട് വരാം. ഇതാണ് ശിവനെ പോലെ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നോക്കിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ചാനോട്ടൻ. ഇത് മിഞ്ഞാന്ന് ഇവർ എവിടെയോ പോരാൻ വാങ്ങിയിട്ട് വന്നേ. കല്ലുവേന എടുക്കും. റൂം സൗണ്ട് തണുത്തിട്ട് പിന്നിക്കട്ടല്ല ഐസും കട്ട തോന്നേ. നീ ഇത് കണ്ടാ ശിവക്ക് വേണ്ടേ? ഓളെ ഈ പൊട്ടി പകുതി വരെയാക്കി മുക്കാലാക്കിയ നീയാ പറഞ്ഞുള്ളതെന്നാ. ഇപ്പൊ ഫ്രിഡ്ജ് ഇറക്കുമ്പല്ലേ ഞാൻ കണ്ടേ. പിന്നെ സമയമില്ല കീറണ്ട. കീറിയാലോ പോയില്ലേ മുഴുവൻ. എടുത്താ പോലെ അപ്പോൾ ഐസ്ക്രീം അങ്ങോട്ടേ കുറേ തോന്നുന്നു. ഏസ് വെക്ക കേട്ടാ. വേറെ വാങ്ങിക്കൊടുത്തല്ല നല്ലത്. ഒരു പ്രശ്നമുണ്ട്. വരുന്ന ഇവള് കുറച്ച് ഐസ്ക്രീം എല്ലാം വാങ്ങി. എവളുണ്ട്? കുളിക്കാൻ പോകുന്ന അന്നേരം ചെക്കനത് എടുത്തിട്ട് വന്ന് പോട്ടെ. ചോറ് വിളിക്കുന്നുണ്ട്. യെസ്, കുളിയെല്ലാം കഴിഞ്ഞ് അമ്മേൻ്റെ ഫുഡ് കഴിക്കാമല്ലോ. അമ്മ ഉണ്ടാക്കി തന്നെ ചോറും വറവും സാമ്പാറും ചരണ്ടി മീൻ വറുത്തയും പപ്പടവും. ഇനി ഫുഡടിക്കാം. നല്ല വിശപ്പുണ്ട്. ഞാൻ ബീൻസ് വറവ്, സാമ്പാർ, പപ്പടം, ചോറ്, ചരണ്ടി വറുത്തത് അതും കൂട്ടി ചോറിനോട്ടെ. ഇതാണ് ഷാനുവിൻ്റെ
ഷാനുവിൻ്റെ ആരെങ്കിലും ചെക്കനെ നാണം ചെറണ ഒരിക്കലോ ബസ്പിള്ളുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശിവ വന്നില്ല, ശിവ വേറെ ശിവക്ക് സർപ്രൈസ് എന്ന് പറയില്ല. ശിവക്ക് ഞാൻ വന്നത് സർപ്രൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം ഇവിടെ കാണുന്നില്ല. ഇത്ര സമയം പീടിയെ പോയിട്ട് മുട്ടായി വാങ്ങിക്കല് നോളെ വരുന്ന കാത്തിട്ട് ഇത്ര സമയത്ത് ശിവ വന്നില്ല. പിന്നെ സർപ്രൈസ് പൊളിയെന്ന് തോന്നുന്നു അല്ലേ? അവിടെ കാണൂല വിചാരിക്കണം. ചൂട് ചൂട് ഇപ്പോൾ മേലെ ചൂടുണ്ടല്ലോ. ശരിക്കും തോന്നുന്നേ ഇതല്ല നവിങ്ങനെ മാക്ക് കലറിനെ അങ്ങേ കൂട്ടല്ല ഒട്ടും തലക്കൊണ്ട് കൈ പോകണം. അതും നല്ല തടിച്ച റോഡ് മാങ്ങ കല്ല കൊണ്ടേ കല്ലെ മാക്കറിന് മാങ്ങാപ്പുറം വീട് കല്ല് തലക്കിട്ടും നിർത്തി ഇങ്ങനെ പോയി. എന്നിട്ട് വേനെടുത്താ വേനെടുത്താ എപ്പോഴേ പോയതാ? ഇപ്പം അന്ന് സ്കൂളിൽ പൂട്ടിയ സമയത്താ? അല്ല അതിന് മുമ്പേ വേണ്ട. ബായ്. എൻ്റെ ഫ്രണ്ടാ. ഞാൻ വീട്ടിലോട്ട് വന്നില്ലേ, അപ്പോൾ വീട്ടിലോട്ട് വന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞല്ലോ, ആകെ എനിക്ക് ലീവ് കിട്ടിയപ്പം വെറുതെ റൂമിൽ ഇരുന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അന്നേരം പറഞ്ഞേ ഇവിടെ വന്ന് ബാങ്കിലോട്ട് വരേണ്ട ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നേ. അപ്പോൾ എന്തായാലും വരുന്ന സ്ഥിതിക്ക് വെറുതെ വരണ്ടല്ലോ, സ്കൂൾ തുറന്നതല്ലേ, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചേ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ബാഗൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. ഇത്തവണ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് ബാഗൊക്കെ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് എനിക്ക് എന്താ മേടിച്ച് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബോക്സ് മേടിക്കാൻ നേരത്തെ കടയിൽ ചെന്ന് ഞാൻ അങ്ങനെ കുറച്ച് സാധനം മേടിച്ചു. ഞാൻ ബോക്സ് മേടിക്കാൻ ചെന്നപ്പോൾ ബോക്സ് കിട്ടില്ല, അല്ലാതെ കുറച്ച് സാധനം വേറെ മേടിച്ചു. അത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ. എൻ്റെ അടുത്ത് ചോദിച്ചു, ഷാനൂട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേച്ചി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, സർപ്രൈസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു അമ്മേച്ചി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അമ്മേച്ചി വെറുതെ വന്നതാണ്, അമ്മേച്ചിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് മാത്രം വന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചേക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ അത് കൊടുക്കണം. ഞാൻ അതിനെ വെയിറ്റ് ചെയ്യുന്നത് ശിവ വരാൻ വേണ്ടിയിട്ട്. ശിവ ആണെങ്കിൽ വരുന്നുമില്ല. സാധാരണ 3:30 ആകുമ്പോൾ വരുന്നതാണ്, ഇന്ന് വന്നില്ല. ഇന്നെന്തോ ഇത്ര സമയം ക്ലാസ്? ആ സ്കൂളിൽ വന്നിട്ട് 2 ദിവസമായിട്ട് അപ്പോഴേക്കും ഇത്രയും സമയം ക്ലാസ്സാണ്. വരുന്നുണ്ട് ക്ലാസ് വെച്ചേക്കാം. കുറെ ടിഷ്യൂ ഉണ്ട്, ഇതും ഉണ്ട്. എത്രയാണ്? അന്നാ തപ്പുന്ന് ആദ്യം പോയിട്ട് കണ്ടത് സ്നിക്കേഴ്സ്, അതെടുത്ത് തനിക്കിത് മതി എടുത്തോണ്ട് നോക്കുമ്പോ ശിവ തുറന്നിട്ടുണ്ട്. എല്ലാം തന്നണ്ട ശിവേ? ഞാൻ കൊടുത്തത് എടുത്തതാ. പിന്നെ ഞാൻ അങ്ങനെ എറണാകുളത്ത് നിന്ന് വന്ന് ക്ഷീണിച്ചാള്. താങ്ക് യു. പറ നേലാണ് നിനക്ക് പുതിയ ഫ്രണ്ട്സിനൊന്നും കിട്ടിയിട്ടാണ്. കുശിയുണ്ടോ? കുശിയാ എന്തുകൊണ്ടത്ര 2 മുട്ടയുണ്ട്. എന്നെ ഭാര്യ അറിയില്ല മെല്ലനാ.
എടുത്തോ. അത് ഓറിയോ അല്ലടാ, അത് ഡാർക്ക് ഫാന്റസി. പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ABCD ബിസ്ക്കറ്റ്, പിന്നെ കടല മുട്ടായി, ഇത് രണ്ടും ഞാൻ ഇങ്ങോട്ട് എടുത്താ. ഞാൻ ഒരെണ്ണം എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ കവർ എടുത്തട്ടെ. സർപ്രൈസ് വന്നപ്പോൾ പൊളിഞ്ഞുപോയി. അറിയാം, അമ്മൂച്ച് വന്നു മൂത്ത പറഞ്ഞേ. അതല്ല തിന്നുന്ന സാധനം പറഞ്ഞേര് രാവിലെ എന്നോട് പറഞ്ഞു. നീ പോണേ, നീ കള്ളം പറയുന്നു. നീക്ക് അറിയില്ല, ഞാൻ ഇപ്പല്ലേ വന്നു. നീ എടാ ഈ കവർ എടുക്കടാ. ആ കവർ. ആ ജോമെട്രി ബോക്സ്, ക്ലിപ്പ്, പെൻസില്, സ്കെയില്, പെട്ടി, റബ്ബർ. അതിനെ മാറ്റിയടാ റബ്ബർ മാറ്റിയത്. ഒരു പാക്ക് അടിച്ച പെണ്ണി, ഇത് റബ്ബർ. രണ്ട് പൊട്ടി പെൻസിൽ. മുത്തേ നമ്മളെ സമ്മാനം ഞെട്ടിപ്പോയി. വേമ്പ എന്തെല്ലാം കിട്ടിയ നോക്കി. ഇനി ഇതെല്ലാം വെച്ച് പോയാലോ, ബാരിക്കൊണ്ടായോ നോക്കിക്കോ. മര്യാദക്ക് സൂക്ഷിച്ചു നോക്കാത്തോണ്ടല്ലേ. നമ്മൾ ഞെട്ടിപ്പോയി. 2 ദിവസം കഴിയുമ്പോൾ ഒരു പേനോ. നീ പഠിക്കണം, പഠിക്കുന്നുള്ളവർക്ക് പെണ്ണുണ്ടോ? നിനക്കെന്തിനാ പെണ്ണ്? നിനക്ക് പെണ്ണ്, നീ സ്കൂളിൽ നീ പെൻസിൽ എഴുതുന്ന സമയമാണ്. സർപ്രൈസ് ഇതെല്ലാം കിട്ടിയേ. നമുക്ക് നോക്കാം. ഇനിയെങ്കിലും മര്യാദക്ക് പഠിച്ചോണം കേട്ടിനാ. സാധനം എല്ലാം വാങ്ങി തന്നിട്ടുണ്ട്, പഠിച്ചില്ലെങ്കിലാന്ന് ഇനി. ജോമെട്രി ബോക്സ്, 2 പൊട്ടി പെൻസിൽ, നമ്മള് ലേസ് പൊളിക്കലാണ്. നമുക്ക് ലേസ് പൊളിക്കാം. ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് ഡബിൾ മാച്ചിട്ട് മറ്റേ ഇതാക്കാം. ഞങ്ങൾക്ക് ലേസാ അപ്പൊ മെല്ലെ സർപ്രൈസ് കിട്ടി. നിറച്ച പേനയോ സന്തോഷായോണ്ടല്ലേ. പിന്നെ അത് നടക്കുന്നാണല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് കൊണ്ടുതന്നോളും. പഠിക്കുന്ന പിള്ളേർക്ക് ശരിക്കും ഈ സാധനം എല്ലാം വേണ്ടോ? ഇവർക്ക് എന്തായാലും വെറുതെയാന്ന്. പഠിക്കൊന്നുമില്ല രണ്ടും. മടിയനും മടിച്ചാന്ന് രണ്ടെണ്ണം. പണ്ട് സ്കൂളിൽ LP സ്കൂളിൽ പഠിച്ചാലും നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന മാത്സിനല്ല ഫസ്റ്റ് മേടിച്ച ചെക്കനാ. വലിയ ക്ലാസ്സിലെത്തിയാലും പഠിപ്പും വേണ്ട, ഒന്നും വേണ്ട. ചങ്ങായി വരെ മാത്രം മതി മതി. കുറ്റം കെട്ടൊക്കെ കണ്ടടിക്കുന്നുണ്ടാ. ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നല്ല, ഫ്രണ്ട്ഷിപ്പും വേണം. അതിനെ പേരെ പഠിക്കുകയും കൂടെ വേണോ. ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടാ. ഇനി നമുക്ക് കുറച്ച് പേര് സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കാം. പറഞ്ഞു. ടീച്ചർ എന്തെങ്കിലും വർത്താനം പറയാം. പിന്നെ ആദ്യം ഇങ്ങനെ കുറച്ച് പഠിപ്പിക്കും. പിന്നെ
വൈകുന്നേരം കുറച്ച് ഇച്ചിരി പഠിപ്പിക്കും, പിന്നെ അങ്ങ് സ്കൂളിൽ വിടില്ല. അത്ര പണി. എപ്പോ നമ്മള് റഫ് നോട്ടേ സ്കൂൾ തുറന്നുണ്ട് ഒരു പ്ലേറ്റ് ഒരു കുപ്പി വെള്ളം ഇങ്ങനെ എടുത്ത് സ്കൂളിൽ പോവാ, ടീച്ചർ ഫോൺ നോക്കുക, നമ്മുടെ അടിയിൽ നിന്ന് കളിക്കുക, അതേപോലത്തെ തിരിച്ച് പറഞ്ഞ് നീ സ്കൂള് പറഞ്ഞ 2 ദിവസമല്ലാണല്ലോ നിനക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയ. ആ ബുക്കിനെല്ലാം നല്ല കല്ലിന്റെ വെയിറ്റ് ഉള്ള ഏച്ചി ഇതെല്ലാം പൗച്ചു ഇതെല്ലാം കൊണ്ടുകൊണ്ട് അതിന്റെ വെയിറ്റ് ആകുമ്പോ ബാക്കി അറിയാം. അതിന് ഒന്നും കൊണ്ടുപോകുന്നില്ല, നീ കൊണ്ടുപോകാൻ തുടങ്ങിയില്ലല്ലോ ബുക്കൊന്നും. ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോയാൽ മതി, ടൈം ടേബിൾ തരുമല്ലോ അതിനനുസരിച്ച് കൊണ്ടുപോകണം. തന്നിരുന്നു ഇന്ന് തന്നാ പക്ഷേ ബുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ അന്നിപ്പോ നീ സ്കൂളില്ലാത്ത അന്നെനിക്കിപ്പം ക്ലാസ് ഇല്ലാത്ത. സ്കൂളിൽ ക്ലാസ് ഇല്ലാതല്ല, അവര് വലിയ ഇരിക്കും ക്ലാസ്സിൽ അന്നേരം എന്തെങ്കിലും അത് ഉച്ചവരെ മാത്രം ആക്കുന്നു, രാവിലെ ഒന്നും ഇല്ലാത്ത. അത് സ്കൂൾ തുറന്ന ദിവസമുണ്ട്, 2 ദിവസമല്ലേ. കുറച്ച് വെയിറ്റ് എന്തായാലും മനസ്സിലാവുക എന്തായിരിക്കും വെയിറ്റ്. കരിങ്കട്ട പോലത്തെ പാടില്ല. അനക്കന്നല്ല വേറെ ആർക്കോ കൊടുത്തു, എന്നിട്ട് ഒരു അനക്ക് തന്നെയാണ്. അമ്മച്ചില്ലേ വീഡിയോ കാണുന്ന ആക്കിച്ചിനെ വീട് വീഡിയോ കാണും വീഡിയോ ആക്കിച്ചിട്ട് അമ്മച്ചില്ലേ 12 അല്ലേ അവർക്കറിയാം. അക്കച്ചിക്കറിയാ ചാനലുണ്ട്. അതിട്ട് ആ അക്കച്ച് വരുമ്പോൾ ഗൾഫിൽ നിന്നും അന്നേരം അമ്മച്ചി സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിയേക്കുന്നത്. ഓടാ അപ്പോൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മിക്കവാറും നാളെ ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു വിടുന്ന ട്രെയിൻ കയറും, മറ്റന്നാൾ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കാണണം, ഇതൊന്ന് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് മാത്രം വന്നത്. പിന്നെ ആ ഒരു അവിടെയൊക്കെ നിന്ന എന്തോ ഇത്രയും ദിവസം ഒറ്റയ്ക്ക് നിന്നപ്പം ഒന്ന് വീട്ടിലൊക്കെ വരാൻ തോന്നി, അങ്ങനെ ഒന്ന് വന്നെന്നുള്ളൂ. വീഡിയോസ് അത്രേ ഉള്ളൂ. ഇനി വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ. ഹാപ്പി ബൈ.